എൻ്റെ പേര് ടിഞ്ചു. ഞാൻ ദുബായിൽ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ജോബ് സെറ്റായത്, എങ്ങനെയാണ് അതിന് വേണ്ടി കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാമാണ് എഴുതിയിട്ടുള്ളത്. നാട്ടിൽ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് എന്തായാലും നമുക്ക് ഉണ്ടാവണം, എങ്കിലേ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആവുള്ളൂ. എനിക്ക് നാട്ടിലൊരു 3.5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ആ 3.5 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ ഞാനെന്നാൽ ഇതിന് വേണ്ടിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തുക ചെയ്തത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് നോക്കിയത്. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കല്ലാതെ ക്ലാസ്സിൽ പോയി പഠിക്കാൻ അങ്ങനെയൊന്നും ടൈം ഉണ്ടായില്ല. ഞാൻ ഓൺലൈനായിട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് അവർ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, MCQs തരും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ തരുന്ന ആ കോച്ചിങ് കൂടാതെ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. അപ്പം അതിൻ്റെ കൂടെ ഡാറ്റ ഫ്ലോയ്ക്കുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ടാണ് എൻ്റെ ഡാറ്റ ഫ്ലോയ് എക്സാമിന് ഡേറ്റ് എടുത്തത്, എലിജിബിലിറ്റിക്ക് ഉള്ളത് അപ്ലൈ ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ഒരു ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അവർക്കെന്തോ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ എന്തൊക്കെ ഫസ്റ്റിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സ്വന്തമായിട്ട് ചെയ്യാം. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ റെഫർ ചെയ്ത് DHOയുടെ സൈറ്റിൽ കയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ടാണ് ഞാൻ DHOയ്ക്ക് ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ടൈം എടുത്തു കേട്ടോ, കുറേ ടൈം എടുത്ത് സ്വന്തമായിട്ട് ചെയ്യുവാണല്ലോ. അപ്പോൾ നമ്മളൊരു റിസ്ക് എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു ഏജൻസിനെ ഏൽപ്പിക്കുവാണെങ്കിൽ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, അവരത് കംപ്ലീറ്റ് ചെയ്ത് തരും. പക്ഷെ എന്താണെന്ന് അറിയില്ല, എനിക്കപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ തോന്നുന്നതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ഇതെന്നെല്ലാം നോക്കി. ആ ഒരു ടൈമിൽ ഞാൻ നോട്ടീസ് പീരീഡിലായിരുന്നു. 2 മന്ത് റെസിഗ്നേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പക്ഷേ നമുക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല. ഗ്യാപ്പ് വന്നാൽ എങ്ങനെയാണെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ല. പിന്നെ ജോബ് എന്തായാലും വേണം നമുക്ക് പെട്ടെന്ന് തന്നെ. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ വേഗം എക്സാം എഴുതാൻ വേണ്ടി അധികം ടൈം കളയാതെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് എടുക്കുകയാണ് ചെയ്തത്. എക്സാമിന് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അതിൻ്റെ റെഫറൻസ് ഒക്കെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.